ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. കേരള തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായാണ് ഉത്സവം സംഘടിപ്പിക്കുന്നത്. ഇത്തവണ മെയ് 1 നടക്കുന്ന ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ തേനി, ഇടുക്കി ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗത്തിൽ വിലയിരുത്തി. ഉത്സവ സമയത്തല്ലാതെ ക്ഷേത്രപ്രദേശത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനത്തിന് അനുമതിയില്ല. മെയ് 1 പുലർച്ചെ 6 മുതൽ ഉച്ചകഴിഞ്ഞ് 2:30 വരെ പ്രവേശനമുണ്ടാകും. പൂജാരിമാരെ നേരത്തെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടും. മോട്ടോർ വാഹന വകുപ്പ് അനുവദിക്കുന്ന പാസുള്ള വാഹനങ്ങൾക്ക് മാത്രമാകും പ്രവേശനം. വാഹനങ്ങൾ ഭക്തരെ ഇറക്കി തിരിച്ചു പോകണം. ക്ഷേത്ര പരിസരത്ത് പാർക്കിംഗ് അനുവദിക്കില്ല. ചൂട് വളരെ കൂടുതലായതിനാൽ മുൻകരുതലുകൾ സജ്ജമാക്കും. മുകളിലൊക്കെ ആവശ്യത്തിന് ഷെയ്ഡ് ഏർപ്പെടുത്താനുള്ള ഒരു ക്രമീകരണം ഉണ്ട്. രണ്ടാമത് അവിടെ എല്ലായിടത്തും ആവശ്യത്തിനുള്ള കുടിവെള്ളം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുടിവെള്ളത്തെ സൗകര്യം നമ്മുടെ വനം വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ആംബുലൻസും സൗകര്യങ്ങളും അവിടെ ஏற்படுத்தியிട്ടുണ്ട്. நிறைய பப்ளிக் வரும்போது நிறைய குப்பை எல்லாம் இருக்கிறதுக்கு வாய்ப்பு இருக்கு. ஸோ மேக்ஸிமம் இருக்கிறது நம்ம இருக்கிறது அந்த என்வாயன்மெண்ட்டில் எஃபெக்ட் பண்ண மாதிரி ஏன்னா ஃபாரஸ்ட் ஏரியா இருக்கிறதுனால கண்டிப்பாக நம்ம பிளாஸ்டிக் எல்லாம் அவாய்ட் பண்ண வேண்டியிருக்கு. പ്രാചീനമായ ഐതിഹ്യങ്ങൾ കുടികൊള്ളുന്നതാണ് കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കരിങ്കൽ ക്ഷേത്രം. കണ്ണകി ദേവിയാണ് ക്ഷേത്രപ്രതിഷ്ഠ. ഉടമസ്ഥാവകാശ തർക്കത്തെ തുടർന്നാണ് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉത്സവം ഇരു സർക്കാരുകളും സംയുക്തമായി സംഘടിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദുർഘടപാതകൾ താണ്ടി എല്ലാ വർഷവും ഉത്സവത്തിന് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്താറ്. മീഡിയ